ഉണ്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാ അളിയാ അളിയന് കൊച്ചിലെ ആരാവനായിരുന്നു ആഗ്രഹം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. என்ன சித்து இது என்ன ஆசைன்னா சொல்ல. അതിപ്പോ ലച്ചൂസേ ഞാൻ പറയട്ടെ. അതിനെന്തിനാ എന്റെ പെർമിഷൻ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അമ്മൂമ്മേനെ സ്റ്റാർട്ട് ചെയ്യാം. അമ്മൂമ്മ പറ, അമ്മൂമ്മയ്ക്ക് ആരാകാനായിരുന്നു ആഗ്രഹം? പറ. ഓ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. പറയണ്ട. അല്ലല്ല ഞാൻ പറയാം. ഓ നമ്മുടെ കുടുംബത്തിലെ ഒരു വസുമതി ടീച്ചർ ഉണ്ടായിരുന്നു. ഭയങ്കര വിദ്യാഭ്യാസമായിരുന്നു. ആ ടീച്ചറിനെ പോലെ ഒരു ടീച്ചർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ടീച്ചറിനെ പ്രസിഡന്റിന്റെ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്തോ കാര്യം, നമ്മള് കൃഷിയും വയലും പാടവും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം അങ്ങനെ അങ്ങ് പോയി. எனக்கு சின்னத்துல இருக்கும்போது ஒரு தோசை கடை வைக்கணும் தான் ரொம்ப ஆசையா இருந்தது. தோசை எல்லாருக்கும் சுட்டு சுட்டு கொடுக்கலாம்ல, அதனால தான் உங்களுக்கு எல்லாம் நான் தோசை சுட்டு தரேன். ചിങ്ങത്തെ മാത്രമുള്ളായിരുന്നു, വേറെ മാസത്തിലും തോന്നിയിട്ടില്ല. ഇനി അളിയൻ പറ. പറയാല്ലേ ലച്ചൂസേ? പറയട്ടെ. പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് ഒരു IPS ഓഫീസർ ആവാനായിരുന്നു ആഗ്രഹം. You mean ഭരത്ചന്ദ്രൻ IPS? യെസ്, ഏകദേശം അതുപോലെയൊക്കെ. പക്ഷെ എന്തു പറയാനാ, പഠനം കഴിഞ്ഞപ്പോഴേക്ക് എന്നെ വീട്ടുകാർ ദുബായിക്ക് പാക്ക് ചെയ്തില്ലേ. വിധി. ലച്ചൂസേ, ലച്ചൂസിന്റെ ആഗ്രഹം എന്തുവായിരുന്നു? ആ എന്റെ പൊന്നു സിദ്ധു, എനിക്ക് ഇഷ്ടം പോലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ BCom പഠിക്കാൻ പോയപ്പോഴേ എനിക്ക് ബാങ്കിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടൊക്കെ മാറി, ഞാൻ പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി. അപ്പോഴത്തെ എൻ്റെ ആഗ്രഹം ഫാഷൻ ഡിസൈനർ ആയിരുന്നു. അത് കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഏതോ ഒരു അംഗനവാടിയിൽ ജോലിക്ക് പോയി. അതും ബോറടിച്ചപ്പോഴത്തേക്കും ഇവിടെ വന്ന് നിൽക്കും. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു IAS കാര്യമാവണമെന്ന്, ജില്ല ഭരിക്കുന്ന കളക്ടർ. You mean തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്? യെസ്. ചേച്ചിയാ കളക്ടറാ? എന്താ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ? അല്ലെങ്കിൽ ഉണ്ടല്ലോ ആരായനെന്നറിയോ? അമ്മായി, അമ്മായിയുടെ ആഗ്രഹം എന്തായിരുന്നു? എനിക്ക് നേഴ്സ് ആവണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പഠിച്ച നേഴ്സായി. അല്ലയാ, അപ്പൊ മിസ്റ്റർ ഭരത്ചന്ദ്രൻ IPS കൈയോട്. അതാണ് എന്റെ അറിയാം. അപ്പൊ എല്ലാം കൊണ്ടുപോയാ IAS IPS എന്നാലും കൊള്ളാം. എടോ മണ്ടൻ PA, വീടിന്റെ അകത്ത് എന്തിനാണ് കൊട? സോറി മാഡം, ഒന്നാമത് ടെൻഷനാണ്, അതിന്റെ ഇടയിൽ വീണ്ടും മനുഷ്യന് ടെൻഷൻ ആക്കി. മാഡം ടെൻഷൻ ആവണ്ട. PA പ്ലീസ്. അമ്മൂമ്മേ, അമ്മൂമ്മേ. ആഹാ, അമ്മൂമ്മയുടെ കളക്ടർ മോൾ എത്തിയോ? கலெக்டர் மேடம், உங்களுக்கு குடிக்கிறதுக்கு சம்பாரம் எடுக்கட்டா? വേണ്ട ആന്റി, താങ്ക് യു. ഗൗരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കളക്ടർ മോള് വലിയ ടെൻഷനില്ല. ജില്ലയിലെ ക്രമസമാധാനത്തിന് എന്തെങ്കിലും കോട്ടം പറ്റിയോ? കോട്ടം പറ്റി. PA അമ്മമ്മേ, ശരിക്കും ഞാൻ ആരാണ്?
ചോനറത്തല ഭവാനിയുടെ ചെറുമോള് ലക്ഷ്മി സിദ്ധു IAS. യെസ്, യു ആർ റൈറ്റ്. പക്ഷെ ഞാനൊരു ജില്ലാ കളക്ടറും കൂടെയാണ്. ഒരു ജില്ല മൊത്തം ഓടുന്നത് എൻ്റെ ഈ തലയിൽ കൂടെയാണ്. ഈ കണ്ട നാട്ടുകാരും മൊത്തം ബഹുമാനിക്കേണ്ട ഞാൻ അവരുടെയൊക്കെ മുമ്പിൽ തല കുഞ്ചി നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്റെ കുടുംബക്കാര് കാരണം. என்ன லக்ஷ்மி மேடம், சித்து சாரா ஏதா பிரச்சனை இருக்கா? லீகலா? ഈഗോ ആൻറ്റി, എല്ലാവർക്കും ഭയങ്കര ഈഗോ പ്രശ്നങ്ങളാണ്. PA എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അയ്യോ അമ്മേ, ഞാൻ മാഡത്തിനടുത്ത് ഒരു ഈഗോയും കാണിച്ചില്ല. മാഡത്തിന്റെ പുറകെ ഒരു നായ നടക്കുന്ന പോലെയാണ് ഞാൻ നടക്കുന്നത്. കളക്ടർ ചേച്ചി ചോക്ലേറ്റ് ഒന്നും മേടിച്ചില്ലേ? ഞാൻ പോയത് കളക്ടറേറ്റിലോട്ടാണ്, അല്ലാതെ ബേക്കറിയിലോട്ടല്ല. ഒരു കളക്ടറിന്റെ അനീതിയായ നിനക്ക് അതുപോലും അറിയാൻ പാടില്ല. ശ്ശേ, വീണ്ടും ടെൻഷൻ. മാഡം BP ടാബ്ലറ്റ് എടുക്കട്ടെ? വേണ്ട ബി എ, എന്റെ ഭർത്താവും എന്റെ അനിയനും ഉള്ളിടത്തോളം കാലം എന്റെ BP കുറയാൻ പോകുന്നു. വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നമൊന്നും ഇല്ലമ്മേ. മാഡം കുറച്ച് റെസ്റ്റ് എടുക്കൂ. എന്താ പ്രശ്നം എന്ന് പറ. ഒരു പ്രശ്നം ഇല്ലമ്മേ. ഹായ് കമ്മീഷണർ. മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മുമ്മ, ഇവിടുത്തെ കാര്യങ്ങളെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇവിടെ ആരും ആരെയും സംരക്ഷിക്കാനൊന്നും ശ്രമിക്കേണ്ട. ജനങ്ങളുടെ ക്രമസമാധാനം പരിപാലിക്കുക, പൊതുജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുക, കുറ്റകൃത്യങ്ങൾ തടയുക, അന്വേഷണം നടത്തുക എന്നതൊക്കെയാണ് ഒരു IPS ഓഫീസർ ചെയ്യേണ്ട ജോലി. ആൻഡ് ഐ ആം ദ സിറ്റി പോലീസ് കമ്മീഷണർ. മിസ്റ്റർ കമ്മീഷണർ, റവന്യൂ ഭരണം, ക്രമസമാധാനം, വികസന പ്രവർത്തനം, ദുരന്ത നിവാരണം, അതുപോലെ തന്നെ ഇലക്ഷൻ റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം ഉള്ളത് എന്റെ തലയിലാണ്. പോരാത്തിന് ജില്ലാ മജിസ്ട്രേറ്റും കൂടെയാണ് ഞാൻ. അത് മറക്കരുത് മിസ്റ്റർ കമ്മീഷണർ. നിർദ്ദേശങ്ങൾ നൽകാനും ക്രമസമാധാനം പരിപാലിക്കണമെന്ന് പറയാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കഴിയത്തുള്ളൂ. എന്നാലേ സ്വന്തം ജീവൻ പണയം വെച്ച് കാക്കി ധരിച്ച് ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നത് ഞങ്ങൾ കേരള പോലീസാണ്. അത് മാഡം മറക്കട്ടെ. സാറേ, പൊളിച്ച് കലക്കി കൈയടിക്കണമെന്നുണ്ട്, പക്ഷെ മാഡം ചീത്ത പറയും. സാറേ, തൊപ്പി തിരിച്ചു വെച്ചേക്കണം. തൊപ്പി തിരിച്ച വെച്ചേക്കണേന്ന്. ഇപ്പൊ ഓക്കെ അല്ലേ? മിസ്റ്റർ കമ്മീഷണർ, കളക്ടർ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു കമ്മീഷണറും ചാടാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? Let's say കളക്ടർ. yes, ma'am.